ഓം ശ്രീ സായിരാം. സായി ഗീത. ആധുനിക യുഗത്തിലൊരു ഗജേന്ദ്ര മോക്ഷം. മറ്റൊരു സന്ദർഭത്തിൽ ഭഗവാൻ അരുളി, എന്തിന് ഏറെ സാധനകളും ജപധ്യാനാദികളും. സായി ഗീതയ്ക്ക് എന്നോടുള്ള ഭക്തിയുടെ തീവ്രത ആലോചിച്ചുറപ്പിച്ചാൽ മാത്രം മതി ഒരുവൻ്റെ ജന്മം സഫലമാകാൻ. ഭഗവാൻ ബാബയുടെ ഈ വാക്കുകളിൽ അനുഭവമായൊരു ഭഗവത് ഭക്തബന്ധം തെളിഞ്ഞു കാണാം. സത്യസായീശ്വര ചരിതത്തിൽ സായി ഗീതയ്ക്ക് സമാനമായി മറ്റൊന്നില്ല. സായി ഗീത എന്ന ഒരു ഗജശ്രേഷ്ഠ നേടിയെടുത്ത സ്ഥാനം അതുല്യമായിരുന്നു. ഗീതയ്ക്ക് വേണ്ടി സായിയും സായിക്ക് വേണ്ടി ഗീതയും ജീവിച്ചു എന്ന് തോന്നിക്കുന്ന നിരവധി ദിവ്യമുഹൂർത്തങ്ങൾ ഭക്തജനങ്ങൾക്കു കാണാം. ആധുനിക കാലത്തെ ഒരു ഗജേന്ദ്ര മോക്ഷം. അന്നത്തെ ഗജേന്ദ്രനെ മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാനെത്തിയത് ഗരുഡോപരി ശ്രീ മഹാവിഷ്ണു. കാരണം പൂർവാഭ്യാസ ബലം കൊണ്ട് ഗജേന്ദ്രൻ സ്മരിച്ചത് സമസ്ത ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെയായിരുന്നു. ആ ഭാവത്തിലായിരുന്നു അതിനുത്തരമായി ഭഗവാൻ പാഞ്ഞെത്തി ഗജശ്രേഷ്ഠനെ ഉദ്ധരിക്കുകയും ചെയ്തു. ഇന്നാകട്ടെ ചിറകമുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞിനെ പോൽ, തള്ളപ്പശുവിന് നഷ്ടപ്പെട്ട പൈക്കിടാവിനെ പോൽ കിടന്നു പിടഞ്ഞത് ഒരു അനാഥ ശിശു. അതിന് കരയാനേ അറിയൂ. രക്ഷയ്ക്ക് ആരെ വിളിക്കണമെന്ന് പോലും അറിയില്ലാത്ത നിസ്സഹായത. ആ ദുഃഖ കരയേറാൻ അനാഥനാഥാഭാവത്തിനു മാത്രമേ സാധിക്കൂ. ആ ലീലയാണ് നമ്മുടെ കൺമുൻപിൽ വർത്തിയിൽ അരങ്ങേറിയ സായി ഗീതാചരിതം. ജയ് സായിറാം.